അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാനിപ്പോൾ ഉള്ള അജ്മീറിലാണ്. ഈ അജ്മീറിലേക്ക് പോയ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പല ആളുകളും പോയിട്ടുണ്ടാവും. പല ആളുകളും അജ്മീറിലേക്ക് പോകാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും, പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അവരോടൊക്കെ കൂടി പറയട്ടെ, നമ്മൾ അജ്മീറിലേക്ക് പോയാൽ ചിലപ്പോൾ അവിടെ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ അതിലൊക്കെ കൂടുതൽ സമയം നമ്മൾ അജ്മീറിൽ ചിലവാക്കും. ഇങ്ങനെ അജ്മീറിൽ നമ്മൾ നിന്ന് അവിടെ സിയാറത്ത് ചെയ്യാനും കാണാനുള്ള സംഭവങ്ങളൊക്കെ കാണുക എന്നല്ലാതെ നമ്മൾ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും അവിടെ നിന്ന് പോകില്ല. പിന്നെ പോകുന്നവരുണ്ട്, ചിലപ്പോൾ ഡൽഹിയിലൊക്കെ പോകും. അവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അജ്മീറിൽ തന്നെ നമുക്കറിയാം, അജ്മീർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ സ്റ്റേറ്റിലാണ്. രാജസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ രാജാക്കന്മാരുടെ നാടാണ്. അപ്പോൾ പഴയ കാലത്തെ രാജാക്കന്മാർ ഒരുപാട് നിർമ്മിതികൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും ഉള്ള ഒരു നാടാണ് രാജസ്ഥാൻ എന്നുള്ളത്. അപ്പോൾ അതിൽപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിലാണ് ഇതിൽ ഏറ്റവും ഒരുപാട് സംഭവങ്ങൾ കാണാൻ കിടക്കുന്നത്. ജയ്പൂരാണ് അവിടുത്തെ തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. അജ്മീറിലേക്കൊക്കെ സിയാറത്തിന് വരുന്ന ആളുകൾ ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകുകയാണെങ്കിൽ ജയ്പൂരിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ച് അജ്മീറിലേക്ക് വരലാണ്. അപ്പോൾ വലിയൊരു എയർപോർട്ട് തന്നെ ഈ ജയ്പൂരിലുണ്ട്. അപ്പോൾ നമ്മൾ അജ്മീറിൽ നിന്ന് ഒരു 3 മണിക്കൂർ മാത്രം നമ്മൾ ട്രെയിൻ, ഏത് സമയത്തും ജയ്പൂരിലേക്ക് ട്രെയിനുണ്ട്. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജയ്പൂർ എത്താൻ പറ്റും. ജയ്പൂരിൽ നമുക്ക് അവിടുത്തെ ഓട്ടോക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 100-150 മാക്സിമം 200 രൂപ വെച്ച് നമുക്ക് ഈ പറയപ്പെട്ട ഏകദേശം 6-7 സ്ഥലങ്ങൾ അവിടെ ആ ടൗണിനോട് ചുറ്റുഭാഗത്ത് തന്നെ ഏകദേശം 6-7 സ്ഥലങ്ങളിൽ അവിടെ കാണാനുണ്ട്. ഒരുപാട് ചരിത്ര നിർമ്മിതികളും പല പ്രധാനപ്പെട്ട സംഭവങ്ങളും ആണ് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. നമ്മൾ അജ്മീറിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഈ സ്ഥലം കൂടെ കാണാനും ഒക്കെ ഒന്ന് നല്ലതാണ്. കാരണം നമ്മളേതായാലും ഇത്രയും ദൂരം അജ്മീറിലേക്ക് നമുക്കറിയാം 2 ദിവസമൊക്കെ ട്രെയിനിലിരുന്നിട്ടാണ് നമ്മൾ അജ്മീറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ട്രെയിനിലിരുന്ന് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് 2-3 മണിക്കൂർ ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ബീച്ചുകൾ, അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര നിർമ്മിതികൾ ഒക്കെ നമുക്കവിടെ കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാൻ, ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പലപ്പോഴും ഇതേപോലെ ഞാൻ അജ്മീറിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ജയ്പൂരിലേക്ക് പോകും. അങ്ങനെ പോയിട്ട് നമ്മൾ ഇതേപോലെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്നും ഈ അജ്മീറിൽ കാണുന്ന മലയാളികളുടെ അത്ര, അല്ലെങ്കിൽ തീരെ മലയാളികളെ ഈ സ്ഥലങ്ങളിലൊന്നും കാണില്ല. പക്ഷേ അജ്മീറിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും പല ആളുകൾ 2-3 ദിവസം അജ്മീറിൽ നിൽക്കുമെന്നല്ലാതെ വേറെ എങ്ങോട്ടും പോകില്ല. അപ്പോൾ നമ്മൾ ഏതായാലും പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ നമ്മൾ പോയാൽ നമുക്ക് അത്രയും യാത്ര ചെയ്തതും പൈസ മുടക്കിയതും നമുക്ക് മുതലാക്കാൻ പറ്റും. അവിടെ നിന്ന് കൂടുതൽ ദൂരമൊന്നുമില്ല. നമ്മൾ ഓട്ടോക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകും. അവിടെ ഏറ്റവും കാണേണ്ട ഒരു സംഭവമാണ് ഹൗവ മഹൽ എന്ന് പറഞ്ഞുകൊണ്ട്, ജയ്പൂർ ടൗണിൽ തന്നെയാണ് ഹൗവ മഹൽ. ഈ ഹൗവ മഹലിൽ നമ്മൾ വലിയൊരു നിർമ്മിതിയാണ്. ഒരുപാട് സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഹൗവ മഹലിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വാതിലുകളുണ്ടാവും. ഈ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രാജസ്ഥാൻ്റെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ജന്തർ മന്ദിർ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പാർക്കുകളുണ്ട്. അങ്ങനെ തുടങ്ങി പല സംഭവങ്ങളും ഈ ജയ്പൂരിൽ നമുക്ക് കാണാനുണ്ട്. ഏകദേശം 8ഓളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ജയ്പൂർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കുറഞ്ഞ ടിക്കറ്റ് മാത്രമാണ് വരുന്നത്, 50 രൂപ ഒക്കെയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ മലയാളികളൊന്നും ഇവിടെ ചെല്ലുമ്പോൾ മലയാളികളൊന്നും കാണില്ല. അജ്മീറിൽ ഒരുപാട് മലയാളികളെ കാണും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആളുകൾക്ക് അറിയാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത്. താല്പര്യമുള്ള ആളുകളൊക്കെ അവിടെ പോകണം, ഇതും കൂടെ ഒക്കെ നമ്മൾ കാണണം. ഇത്രയും യാത്ര ചെയ്ത് 2 ദിവസത്തോളം നമ്മൾ ട്രെയിനിൽ നിന്ന് നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പരമാവധി അവിടെ കാണാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണണം.